നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിൻ്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് ഡനാങ് എന്ന പേരുള്ളൊരു സിറ്റിനോട് ചേർന്നാണുള്ളത്. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഡനാങ്ങിലേക്ക് എത്തിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയതൊരു മാർബിൾ ശില്പങ്ങളുടെ ഷോപ്പിലേക്കാണ്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങളവിടെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ എത്തിയേക്കുന്നത് മാർബിൾ മൗണ്ടൻ്റെ അടുത്തേക്കാണ്. മലയുടെ മേലിലേക്കുള്ള ഈ കാണുന്ന ലിഫ്റ്റ് വഴിയാണ് ഞങ്ങൾ മേലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. മലയുടെ മേലിലേക്ക് നടന്നു കയറാമെന്നൊക്കെ ഉള്ളൊരു ചർച്ച വന്നെങ്കിലും ഇവിടെ അധികം സമയം കളയണ്ടെന്നുള്ളതും കൊണ്ടാണ് ഞങ്ങൾ ലിഫ്റ്റ് ആക്കിയത്. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ഓടിയിട്ട് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ട്. ആ കാണുന്ന കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മേലിലേക്ക് പോകാനായിട്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് ചെറിയ ചെറിയ മാർബിളിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ റിങ്ങുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപ ഏകദേശം 200 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസായിട്ടായത്. ഒരു സൈഡിൽ ഗ്ലാസ് വെച്ചിട്ട് ഓപ്പൺ വ്യൂ ഉള്ളൊരു ലിഫ്റ്റാണിത്. ലിഫ്റ്റ് മേലിലേക്ക് പൊന്തി തുടങ്ങിയതോടുകൂടി ഡനാങ്ങിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ബീച്ച് ഏരിയയൊക്കെ കണ്ടു തുടങ്ങി. 5 ലൈംസ്റ്റോൺ മൗണ്ടൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് മാർബിൾ മൗണ്ടൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ 5 മലകളിൽ ഓരോന്നും ഓരോ ഘടകങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ലോഹം, വെള്ളം, മരം, തീ, പിന്നെ ഭൂമി, ഈ 5 ഘടകങ്ങളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കോയി റിസോർട്ട്സ് ആൻഡ് റെസിഡൻസ് എന്ന് പേരുള്ള ബിൽഡിംഗാണ് നമ്മൾ ബീച്ചിനോട് ചേർന്ന് കാണുന്ന ആ ഹൈ റൈസ് ബിൽഡിംഗ്. ഇവിടെ നിന്നാണ് മാർബിൾ മൗണ്ടൻസിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നത്. താപ് സാ ലോ എന്ന് പേരുള്ള ബുദ്ധക്ഷേത്രമാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ഈ ബുദ്ധക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കുറേ അധികം ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തുള്ള വാക്വേ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ മാർബിൾ മൗണ്ടൻസിൻ്റെ 5 മലകളുടെ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഉള്ളത് തുയ്സൻ എന്ന് പേരുള്ളൊരു മലയുടെ മേലിലാണ്. ഈ ഒരു വാക്ക് വെള്ളമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലേനെ വാട്ടർ മൗണ്ടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ബോർഡിനോട് ചേർന്ന് തന്നെ ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അതിൽ ബുദ്ധൻ്റെ പ്രതിമയും വെച്ചിട്ടുണ്ട്. ആളുകളും മൃഗങ്ങളും എല്ലാം ബുദ്ധനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവരിത് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടുന്ന് നേരെ സ്റ്റെപ്പുകൾ വഴി മേലിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് താഴത്തേക്ക് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മലയുടെ മേലിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറേയധികം സ്റ്റെപ്പുകൾ കയറാനുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഡ്രൈവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ നടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. സീ വാച്ചിങ് ടവർ എന്നൊക്കെയാണ് ഇതിൻ്റെ പേരെങ്കിലും കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കണ കാരണം കാര്യമായിട്ടുള്ള കാഴ്ചയൊന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. അടുത്തതായിട്ടൊരു ഗുഹയുടെയും അതുപോലെ തന്നെ ഒരു പഗോഡയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോണത്. അത്യാവശ്യം കുറച്ച് കയറ്റമുള്ള നടവഴികളാണ് ഇവിടെ മിക്കതും ഉള്ളത്. ഏത് നിമിഷവും മഴ പെയ്യുന്നുള്ളതും കൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഞങ്ങൾ കാഴ്ചകൾ കണ്ടു തീർക്കുന്നത്. നമ്മൾ നേരെ കാണുന്ന കേവാണ് വാൻ തോങ് കേവ് എന്ന് അറിയപ്പെടുന്നത്.
ഈ പരിസരത്തേക്കൊക്കെ എത്തിയതോടുകൂടി ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ വളരെ കുറച്ചാണ് കാണുന്നത്. ഈ ഒരു കേവ് ഹെവൻസ് ഗേറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. കേവിലേക്ക് കയറുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച ഒരു ബുദ്ധന്റെ പ്രതിമയാണ്. ഈ ബുദ്ധപ്രതിമയുടെ പുറകിലേക്കും ഈ കേവ് നീണ്ടു കിടക്കണ്ട കേട്ടാ. എനിക്ക് തൊട്ടു മുമ്പ് ഗുഹയിലേക്ക് കയറി 2 ടൂറിസ്റ്റുകൾ ആ വഴി നടന്നു പോണത് കാണാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് ആ കാഴ്ചകളും കൂടി കണ്ടിട്ടാണ് തിരിക്കണുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കയറേണ്ടത് ഈ ഇടുങ്ങിയ വഴി കൂടെയാണ്. ഇവിടെ ബുദ്ധന്റെ പ്രതിമ സ്ഥാപിച്ചേക്കുന്ന സ്ഥലം വരെയാണ് ഇവർ ലൈറ്റൊക്കെ ചെയ്തേക്കണത്. ഗുഹയുടെ അകത്തേക്ക് കയറി ചെല്ലും തോറും അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പിൽ മേലിൽ നിന്ന് വെളിച്ചം വന്നുണ്ട്. ഇവിടെ വേറെ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയോടുകൂടിയാണ് ഞാൻ ഇനി കാണുന്ന ഗ്യാപ്പിൽ കൂടെ മുന്നിലേക്ക് പോകാൻ പോണത്. സാധാരണ തായ്ലൻഡ്, വിയറ്റ്നാമൊക്കെ ഇങ്ങനെയുള്ള ഗുഹകളുടെ അകത്ത് വവ്വാലുകളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഗുഹയുടെ അറ്റത്ത് മേലിലേക്ക് ഒരു ഓപ്പണിംഗ് കാണുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടാലാണ് ഇതിൻ്റെ മേലിലേക്ക് പിടച്ച് കയറാൻ പറ്റുള്ളൂ. ഗുഹയുടെ മേലിൽ ഇവിടെ നിന്ന് കാടിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രക്കിംഗ് ട്രെയിലും പോകുന്നുണ്ട്. 5 മിനിറ്റ് ഞാനിവിടെ നിന്നപ്പോഴേക്കും വേറെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങി. വൈഫും കെയിനും ഗുഹയുടെ ഫ്രണ്ടിൽ കാത്തിക്കണ കാരണം എനിക്ക് എന്തായാലും തിരിച്ച് ഗുഹയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രക്കിംഗ് റൂട്ടൊന്നും ട്രൈ ചെയ്യാണ്ട് വന്ന വഴി കൂടെ തന്നെ തിരിച്ച് ഇറങ്ങാണ്. കൃത്യം ഒരാൾക്ക് പോകാനായിട്ടുള്ള വീതിയാണ് ഈ വഴിക്ക് പല സ്ഥലങ്ങളിലും ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഗുഹയുടെ അകത്ത് കാരണം മിക്കവാറും എല്ലാ ടൂറിസ്റ്റുകളും അറ്റം വരെ പോയി തിരിച്ചു വരാറാണ് പതിവെന്ന് തോന്നണം. അത്യാവശ്യം നന്നായിട്ട് വേർത്ത് കുളിച്ചാണ് ഞാൻ ഗുഹയുടെ ഫ്രണ്ടിലേക്ക് എത്തിയത്. ഹുയൻ കോങ് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇനി അടുത്തത് പോണത്. നമ്മൾ ഈ ഫെയറി ടെയിൽസ് പോലെയുള്ള സിനിമകളിൽ കണ്ടേക്കുന്ന ഒരു ആംബിയൻസിലേക്കാണ് നമ്മളിപ്പോൾ എത്തണത്. ഇവിടെ മൊത്തം കാട് പിടിച്ചേക്കുന്ന ചെടികളും അതുപോലെ തന്നെ സൈഡിലുള്ള കല്ലുകളും മലയും പിന്നെ ഈ കോട്ടവാതിൽ പോലെയുള്ള ഗേറ്റും എല്ലാം കൂടി നല്ലൊരു ആംബിയൻസാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം മഴയും കൂടി പെയ്തതോടുകൂടി വല്ലാത്തൊരു ഫീലായി ഇവിടെ. ഇവിടെ എവിടെ ചെന്നാലും നമുക്ക് ആദ്യം കാണാൻ പറ്റണത് ബുദ്ധന്റെ പ്രതിമയാണ്. ഇവിടെയും ആ കാര്യത്തിന് മാറ്റമൊന്നുമില്ല കേട്ടാ. ഈ ഗുഹയുടെ അകത്ത് ഇനിയും പ്രാർത്ഥിക്കാനായിട്ടുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലത്ത് ഈ ഗുഹ ഒരു ഒളിത്താവളവും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഉപയോഗിച്ചായിരുന്നു. ഇതിൻ്റെ എൻട്രി പോയിന്റിൽ തന്നെ 2 പേരാണ് നമ്മളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. ചൈനയിലെ ബീജിങ്ങിലുള്ള ടാവോയിസ്റ്റ് അമ്പലത്തിൽ ഇതുപോലുള്ള രൂപങ്ങൾ കണ്ടിരുന്നെന്നൊരു ഫോറിനർ പറയുന്നുണ്ട്. ഇന്ന് കുറേ അധികം ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടത്.
ഈ ഗുഹയുടെ മതിലുമ്മ എല്ലാ സൈഡിലും പല രീതിയിലുള്ള വിഗ്രഹങ്ങളും രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് നമുക്ക് കാണാം. അമ്പലങ്ങളുള്ള മിക്കവാറും ഗുഹകളിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെയും മേലിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ രൂപങ്ങളും പ്രതിമകളും വെച്ചേക്കണ സ്ഥലങ്ങളെല്ലാം ഇവർ നന്നായിട്ട് ലൈറ്റ് ചെയ്തും അതുപോലെ തന്നെ പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ചേക്കാണ്. ഇതെല്ലാം ഇവർ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകൾ വന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണത് കണ്ടായിരുന്നു. അധികം സമയം ഇവിടെ കളയാണ്ട് ഞങ്ങൾ ഗുഹയുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അടുത്തതായിട്ട് താം തായ് പക്കോട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. മഴ പെയ്ത് അത്യാവശ്യം തെന്നലുള്ള കാരണം ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ നടവഴി കൂടെ പോവാൻ. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ളൊരു പഗോഡയാണിത്. 1630 ഈ സ്ഥലത്ത് ആദ്യമായിട്ടൊരു പഗോഡ പണിതത്. പിന്നീട് അത് മുഴുവനായിട്ട് നശിച്ചു പോയായിരുന്നു. അതിനുശേഷം 1825 ഈ പഗോഡ പുതുക്കി പണിതത്. ഈ പഗോഡയോട് ചേർന്ന് തന്നെ മറ്റൊരു ആരാധനാലയവും നമുക്ക് കാണാൻ പറ്റും. ചെരുപ്പ് അഴിച്ചിട്ട് മാത്രം അകത്തേക്ക് കയറണമെന്ന് ഇവിടെ സ്റ്റെപ്പുകളും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്നുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഈ മലയിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റണത്. ഞങ്ങളിപ്പോൾ തിരിച്ച് ആദ്യം നമ്മൾ തുടങ്ങിയ സ്ഥലത്തിനോട് ചേർന്നുള്ളൊരു ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഇവിടെ താഴ്ഭാഗത്തായിട്ടൊരു ബുദ്ധൻ്റെ അമ്പലമുണ്ട്. കുറച്ചു നേരം മുമ്പ് ഡ്രൈവർ ഞങ്ങളെ പോയാലോ എന്നും പറഞ്ഞ് വിളിച്ചേർന്ന്. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് മഴ വന്നതോടുകൂടി ഞങ്ങൾ ഇറങ്ങാനായിട്ട് സ്വല്പം വൈകി. അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ അമ്പലം ഒന്ന് ഓടിച്ചിട്ട് കണ്ടുകൊണ്ട് തിരിച്ചു പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കണത്. നേരത്തെ കണ്ട പഗോഡയുടെ ഏകദേശ രൂപസാദൃശ്യമൊക്കെ ഇതിനും ഉണ്ട് കേട്ടോ. ഈ മാർബിൾ മൗണ്ടനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണ ബാക്കിയുള്ള മലകളിൽ ചിലതാണ് ആ കാണുന്നത്. അങ്ങനെ അധികം സമയം ഇവിടെ കളയാണ്ട് ഞങ്ങൾ നേരെ മലയുടെ താഴത്തേക്ക് ഇറങ്ങി.